ചേട്ടാ അനങ്ങുന്നില്ലടാ ഫ്രീ ആയിട്ടിരിക്കുമ്പോ നമ്മൾ സ്വന്തം ലുക്കല്ലേ അവനത് എടുത്തിട്ടുണ്ടോ? ആരെയും പറയുന്നത് അതെ ഒരു കാര്യം പ്രേമത്തിന് വേണ്ടി എല്ലാ ദിവസവും രാവിലെ ഇത് തിരിച്ചു വയ്ക്കാൻ അറിയോ? അതൊക്കെ തരാം. ഇതിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ 4 വർഷത്തെ കഠിനാധ്വാന ഫലമായി നമ്മൾ ഈ വരുന്ന 23-ാം തീയതി തിയേറ്ററിലേക്ക് എത്തിക്കുന്ന നമ്മുടെ നരിവേട്ട എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട്, ടെക്നിക്കൽ ക്രൂവിലൊക്കെയുള്ള ആൾക്കാർ ഇനി വരാനുണ്ട്, പ്രിയമ്പത് വരാനുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് 23-ാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സിനിമയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മളെ സമീപിക്കുന്നത്. ഈ സിനിമ 23-ന് തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ജനങ്ങളിലേക്ക് അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ സിനിമ അർഹിക്കുന്ന ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. കൂടുതൽ ദൃശ്യമാധ്യമങ്ങളെയും പ്രിൻ്റഡ് മീഡിയയും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ 23-ാം തീയതിയാണ് നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്നത് എന്ന് അറിയിക്കുക എന്നതാണ് ഇതിൻ്റെ ആത്മീയമായ ഉദ്ദേശം. അപ്പോൾ നിങ്ങളുടെ സഹകരണം അത്തരം കാര്യങ്ങൾക്ക് നമ്മൾക്ക് പ്രചോദനമായി ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ സമയത്ത്. ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം. രാജു പറഞ്ഞതുപോലെ ഈ സിനിമയെ പറ്റിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞതിനേക്കാൾ ഉപരി നമുക്ക് ഈ സിനിമയുടെ ആശയത്തെ പറ്റിയിട്ട് നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടും ഇതിൽ അഭിനയിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഇനിയും കുറേ ഉണ്ട് പറയാനുണ്ട്. പക്ഷേ ഇതിൻ്റെ ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് വേർഡ് ഓഫ് മൗത്ത് ആയിരിക്കും ഈ സിനിമയുടെ ഏറ്റവും നല്ല പ്രൊമോഷൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ 23-ാം തീയതി മെയ് 23-ാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് ആ സിനിമയുടെ ക്വാളിറ്റി ഒരു തരി പോലും കോംപ്രമൈസ്ഡ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങൾ വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജോലികളൊക്കെ കഴിഞ്ഞ് സെൻസറും കഴിഞ്ഞ് പടം ഇപ്പോൾ അപ്ലോഡിങ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും നരിവേട്ട സിനിമയുടെ ടീം മുഴുവൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക്
അർഹിക്കുന്ന ഒരു വിജയം പ്രേക്ഷകർ തന്നെ നേടിത്തരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ വരുന്ന 23-ാം തീയതി നരിവേട്ട വരാണ്. ഫിസിക്കലിയും മെൻ്റലിയും കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തൊരു വർക്കാണ്. ഇതിൽ എൻ്റെ മാത്രമല്ല, ഇതിൽ നമ്മുടെ കൂടെ അഭിനയിച്ച ട്രൈബൽ ചേട്ടന്മാരും ചേച്ചിമാരാണെങ്കിൽ പോലും അവരും വളരെയധികം എഫോർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ മൂവി നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മൂവി കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഹായ്, ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. മെയ് 23 വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് നെസസറി ആയിട്ടുള്ളൊരു ഫിലിമാണ്. ആൻഡ് ഇത്രയും അടിപൊളി ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഭാഗമാകാൻ പറ്റിയത് എന്നെ പോലെ ഒരു ആക്ടർക്ക് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ നിങ്ങളെപ്പോലെ ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ് ഫോർ മെയ് 23. നരിവേട്ട എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളതിനൊക്കെ കൂടുതൽ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു സിനിമയായിരിക്കും. ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത ലാൻഗ്വേജിട്ട് 6 കൊല്ലത്തിന് ശേഷമുള്ളൊരു സിനിമയാണ്. ജെയ്ക്സ് വളരെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പടം കാണാം. അവൻ പടം കാണുമ്പോൾ അവനിരുന്ന് കാര്യമായിരുന്നു. ഞാൻ അതൊക്കെ നമുക്ക് എനിക്കൊക്കെ ഇത്രയും കാലത്തിനൊക്കെ ആദ്യമായിട്ടുള്ള ഒരു അനുഭവം അങ്ങനെ ഒരാൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിരുന്നത്. സോ എല്ലാവരും പടം കാണാൻ 23. നമസ്കാരം. ഇത് ഈ സമയത്ത് നിർബന്ധമായിട്ടും പറയേണ്ട ഒരു വിഷയമാണ്. ഇതിൽ കഥയും തിരക്കഥയും ഒക്കെ ആക്കിയിരിക്കുന്നത് അതൊരു ത്രില്ലിംഗായ സിനിമയായി മാറിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പം എല്ലാവരും സിനിമ കാണുകയും അതിനുശേഷം ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ബാവ. ഞാൻ ഈ ഫിലിമിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തല്ലോ. ഞാൻ ഓൾമോസ്റ്റ് മോർ ദാൻ 100 ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറച്ചധികം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ഒരു പടമാണിത്. കാരണം നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പും ഇതിൻ്റെ എന്താണ് കഥയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. സോ തീർച്ചയായിട്ടും 23-ാം തീയതി എല്ലാവരും ഈ പടം കാണണം. ഞങ്ങളെല്ലാവരും ഒട്ടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടത്തിൽ എല്ലാവരും. കാരണം കുറേ അധികം നടന്നു പോകേണ്ട ലൊക്കേഷൻസും കുറേ അധികം വണ്ടി പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കയറി പറ്റി സെറ്റ് ഇടുകയും അവിടെ നമ്മളെപ്പോലെ ആർട്ടിസ്റ്റ് ടൂവിയൊക്കെ അവിടെ എത്തിപ്പെടുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഇതൊരു കോൺട്രവേഴ്സി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി. നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രണവ് ടി ഓഫൻ. മലയാളത്തിൽ ഇതെൻ്റെ 2ാമത്തെ മൂവിയാണ്. മെയ് 23 നരിവേട്ട റിലീസാവുന്നു. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ വളരെ എക്സൈറ്റഡോടുകൂടി തന്നെയാണ് ഞാനും നരിവേട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നരിവേട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഗോഡ്ഫുൾ ആൻഡ് ഗ്രേസ്ഫുള്ളായിട്ടുള്ളൊരു സിനിമയായിരുന്നു. കാരണം സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ആഗ്രഹമായിട്ട് ഒരുപാട് വർഷങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ട് ഇന്ന് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയ്ക്ക് നിങ്ങൾക്കാണെങ്കിലും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് ഒരാളുടെ മാത്രം സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ബാവക്ക പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിൽ അത്രയും പേരുടെ കഷ്ടപ്പാടുണ്ട്. കാരണം ടോയ് ചേട്ടനാണെങ്കിലും ചേരൻ സാറാണെങ്കിലും സുരാജ് സാറാണെങ്കിലും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളവരെല്ലാവരും ലെജൻസാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അതിയായ സന്തോഷമാണ്. അതേപോലെ തന്നെ ഈ സിനിമ നിങ്ങൾക്ക് റിലീസായി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരാൾ മാത്രം എഫേർട്ട് എടുത്ത് വരുന്ന ഒരു ഔട്ടല്ല. ഇതൊരു മൊത്തം ടീമും ഈ സിനിമ നന്നായി വരണം എന്ന് വിചാരിച്ചുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലൊരു ഔട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ അതിയായ സന്തോഷമുണ്ട്. 23 വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു.
ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബാവൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേയൊക്കെ കാട്ടിനകത്തൊക്കെ ആയിരുന്നു ഷൂട്ട്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാവൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഞങ്ങൾ ഏറ്റവും അങ്ങനെ വി ആർ ലുക്കിംഗ് അപ് ടു ഹിം. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ഷൂട്ടിന് വരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞത് ബാവൊക്കെ വീണു, കല്ലിൽ വഴിക്ക് വീണു, മുറിവുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ചോദിക്കണം, എന്നിട്ട് എവിടെയാണ്, ആശുപത്രി കൊണ്ടുപോയേക്കാണോ, എവിടെയാണ്? ഇല്ല ദേ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആ മുറിവും എല്ലാം വെച്ചുകൊണ്ട് പുള്ളി അപ്പോഴും അവിടെ നിന്ന് പുള്ളിയുടെ കൂടെയുള്ള ആളുകളും ഒക്കെ ഉണ്ട് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ കല്ലുകൾ പിടിച്ചിരുന്നു, അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാർ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ഷൂട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അത് ഷൂട്ട് ചെയ്ത് നിൽക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാവക്കയെ പോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആളുകൾ അങ്ങനെ കല്ല് പോലെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്കിത് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയി പോയെന്നോ വേണ്ടായിരുന്നെന്നോ മതിയായെന്നോ തോന്നിയിട്ടില്ല. അതിന് കാരണം എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ സിനിമയിൽ ആവോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഭയങ്കര നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ സെറ്റപ്പിലുള്ള ഷൂട്ടൊക്കെ ഈ സിനിമയ്ക്ക് പല സമയത്തും ആവശ്യമായിട്ട് വന്നിരുന്നു. അതും ഈ പറയുന്ന സമയത്ത് തന്നെ തുടങ്ങാനും പറഞ്ഞ സമയത്ത് തന്നെ തീരാനും ഇതിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ ജോലി ചെയ്ത ഓരോരുത്തരും അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ അവരോട് എല്ലാവരോടും നന്ദി പറയാനും കൂടെ വിനിയോഗിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയില് മുത്തങ്ങ സമരത്തിനോട് ഈ സിനിമ വരും തലമുറയിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട്? ചോദ്യം മുഴുവൻ കേട്ടില്ല കേട്ടോ. അല്ല, ഈ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയില് മുത്തങ്ങ സമരമില്ല, അത് വരും തലമുറയിൽ ഈ സിനിമയിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് ഈ സിനിമ? അതാണ് നമ്മൾ ഓൾറെഡി പല സ്ഥലത്തും പറഞ്ഞാണ്, നമ്മളിതൊരു പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ പിക്ക് ചെയ്ത് ഡോക്യുമെന്ററി ചെയ്യുന്നതല്ല ഇത്. ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ് ഈ സിനിമ. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ കാണാൻ പറ്റും. അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട്. നീതിപൂർണമായ സമീപനമാണ് അത്. മുത്തങ്ങ സമരമായിക്കോട്ടെ, ചെങ്ങര സമരമായിക്കോട്ടെ, അങ്ങനെ പൂയംകുട്ടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ പൂർണ്ണമായും തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. അതിൽ ഇന്നൊരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ് എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തലിൽ ഇട്ടിരിക്കുകയാണ് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വൈനോ ഇവിടെ? കാരണം 2003 വലിയൊരു ടെറർ നമ്മൾ വാർത്തകളിലൂടെ ആയാലും നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഒരു വലിയൊരു ടെററായിരുന്നു അത്. അത് പിന്നെ ഓർമ്മപ്പെടുത്തുക, തിയേറ്ററിൽ ഇങ്ങനെ ഒരു സ്ക്രീനിങ്ങിനോട് കൊണ്ടുപോകുക, എന്ത് പ്രാധാന്യമാണ് അതിനോട് ഉദ്ദേശിക്കുന്നത്? വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2003 സംഭവിച്ച മുത്തങ്ങ ഇൻസിഡൻറ്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഡോക്യുമെൻ്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായിട്ടുള്ള സംവിധായകർ, എഴുത്തുകാർ, എം ടി സാറ്, IB ശശി സാറ്, പിണറായി പണിക്കർ സാറ് ഒക്കെ അതാത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച സിനിമകൾ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് അബിൻ ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അബിൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജും കൂടി ആ സിനിമയിലുണ്ട്. അതിൻ്റെ സ്കെയില്, അതിന് എക്സിക്യൂട്ട് ചെയ്ത ലെവൽ, ഇത്രയും ടെക്നീഷ്യൻ ബാവയ്ക്ക് അടക്കമുള്ള ഷമീർ, ജെയ്ക്സേട്ടൻ, രംഗേട്ടൻ, അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ടോബി, സുരാജേട്ടൻ, ചേൻ സാർ, അങ്ങനെ പ്രേംവത, ആര്യ, പ്രണവ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന ഒരു വലിയ സ്കെയിൽ ആയിട്ടാണ് ഇതിനെ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിലിരുന്ന് കൃത്യമായി നിങ്ങളൊരു ഊഹം വെക്കുന്നതിനപ്പുറത്ത് തിയേറ്ററിലിരുന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് റീഡിംഗ് ആണ് കിട്ടുന്നതിനുള്ള ചോദ്യങ്ങളെ ഉത്തരം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ ഭാഗത്ത് സത്യസന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത്.
ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോണ്ട്, ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഫിക്ഷണൽ തന്നെയാണ്. ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെന്റേഷനേ അല്ല ഈ സിനിമ. അത് ഈ സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ എന്തൊക്കെ, നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റി, സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പുട്ടിൻ ചെയ്തിട്ടുള്ള എഫേർട്ട്, അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക. എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. വിഷയമല്ല, ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഒരു മേന്മയായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നേരെ മറിച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും. സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽം മേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്ര പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത്. അത് ഈ തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മൾ ഇതാണ് ചരിത്രം, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ്. പല കഥാപാത്രങ്ങളും അതുപോലത്തെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും അങ്ങനത്തെ ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിന്റെ രസചരട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ആവശ്യത്തിന് സിനിമാറ്റിക് ലിബർട്ടി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ചോദിക്കാൻ വേറൊന്നുമില്ല, കാരണം നരിവേട്ട എന്ന ഫോണ്ട് തന്നെ നോക്കും. ആ ഫോണ്ടിൽ തന്നെ ഏകദേശം ആ ഇൻസിഡന്റ് ആണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും അത് തന്നെയാണോ ഇതിന്റെ മെയിൻ പ്ലോട്ടിൽ? അല്ലെങ്കിൽ അതെങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ആ പോസ്റ്റർ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൈൻഡ് വരുന്ന ആ ഒരൊറ്റ ഇതാണ്. ഞങ്ങളിത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ ഉറപ്പിച്ചിട്ട് ശ്രദ്ധിക്കും. തീർച്ചയായും ഞങ്ങളത് ഇത് ആ ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അതേസമയം ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ്. നമ്മൾ കാണുന്ന സിനിമകളെല്ലാം, നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നുമൊക്കെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവുന്നത്. അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമയിൽ പറയുന്ന വിഷയം നിങ്ങൾ വിട്ടേക്കും. ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ മേന്മ. അനുരാജ് ജീപ്പിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ അതൊരു 10-12 വർഷം മുമ്പ് സെൻകുമാർ സാർ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥനെ ഒരു കോളേജ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പിടിക്കുകയും അത് ആ സെയിം പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യും. പിറ്റേ ദിവസം പേപ്പറിലൊക്കെ അത് വളരെ ന്യൂസാണ്. ഇപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ ഇപ്പോൾ മുത്തങ്ങ ഇൻസിഡന്റ് പോലെ അതാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഇപ്പോൾ ഈ കാണിച്ച ഒരു ഷോട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അനുരാജ് തന്നെ പറഞ്ഞു ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡൻസ് കണക്ട് ആയിട്ടാണെന്നുള്ളത്. ഇപ്പോൾ നോർമലി നമ്മൾ കാണുന്നത് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത ഒരു സിനിമ വരും. ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് പല റിയൽ ഇൻസിഡൻസ് വരുമ്പോൾ എല്ലാത്തിനോടും എങ്ങനെ നമുക്ക് ഒരു ആസ് എ മേക്കർ നീതി പുലർത്താൻ പറ്റും? അല്ല, അത് ഇപ്പോൾ ഇപ്പോൾ നേരത്തെ നമുക്ക് മുൻപേ യാത്ര ചെയ്ത സിനിമകൾ പോലും ഒരു ഇൻസിഡൻറ്റിനെ തന്നെ അല്ല പോർട്രേറ്റ് ചെയ്യാറ്. പല ഇപ്പോൾ ആ എഴുത്തുകാരൻ്റെ, ആ സംവിധായകൻ്റെ, അയാളുടെ കാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്കുള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും ചിലപ്പോൾ അടയാളപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നിരവധി സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എക്സാമ്പിൾ അത് കുറേ നീണ്ട നേരെയുണ്ട്, പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് പറഞ്ഞു, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അടയാളപ്പെടുത്തൽ തന്നെയാണ്. അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ പോലീസ് ഹൈറാർക്കികൾ നമ്മൾ കാണുന്ന അത് മാത്രമായിരിക്കണമെന്നില്ല, മറ്റു ചില വിഷ്വൽ കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് റീഡിങ്ങുകൾ കൂടി സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത്, ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള, കോൺഫ്ലിക്റ്റുകളുള്ള, ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ്. ആ കോൺഫിഡൻസിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെ പ്രസ് മീറ്റിൽ എന്നുള്ള നിലക്ക് വന്നിരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ, ഞാൻ ഇഷ്ക് എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഞാൻ 6 വർഷത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ്. ടൊവി എൻ്റെ സുഹൃത്താണ്. എന്നെ സംബന്ധിച്ച് ടൊവി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് പ്രിവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ടൊവിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. അതെനിക്ക് അഹങ്കാരത്തോടു കൂടി തന്നെ പറയാൻ പറ്റും. എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ, എന്നെ കരയിപ്പിച്ച, എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ടൊവിയുടെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ ഇത് മാറും എന്നത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ പറയാം. ഇപ്പം പിന്നെ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ സത്യമായിട്ടും ഇത് അങ്ങനെയുള്ള കുറേ റിയൽ ഇൻസിഡൻസിനെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല ഇത്. ഈ സിനിമയ്ക്ക് കഥയും കഥാപാത്രമാണ് ആദ്യം ഉണ്ടായത്.
പിന്നെയാണ് അതിൻ്റെ കഥ രൂപപ്പെട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇപ്പോൾ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിലൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസുകാർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു കോമൺ ചോദ്യമുണ്ട്. ഈ സിനിമ ശരിക്കും പോലീസുകാർ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഒരുപാട് പേര്, ഒന്നിലധികം പേര് എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ഒരു ഇതല്ല നമ്മൾ കേട്ടത്, കഥ എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ്. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു റിയൽ ഇൻസിഡൻറ്റിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്കർ, ഇപ്പം നടൻ്റെ അടുത്തും സംവിധായകൻ രണ്ടുപേർക്കും പറയാം, നമുക്ക് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോൾ അത് തടയാൻ, പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വിലങ്ങടിയാവാൻ ഒരുപാട് പ്രഷറുകൾ വരുന്നതും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ, ഇത് അഭിനയിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു സിനിമ വേണോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? രണ്ടുപേർക്കും പറയാം. ഇപ്പം നടൻ എന്നുള്ള രീതിയിൽ ടോയ്ക്ക് പിന്മാറണം അങ്ങനെ എന്തെങ്കിലും. ഇത് രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കൂലിപ്പണിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകഥാപാത്രങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ നമ്മൾ ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ ഒരു നീതിയില്ലായ്മ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസുകാരൻ, അതിലിപ്പോൾ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അതല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെ നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം. അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം. ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം, ഇതൊക്കെയാണ് ഇവര് സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും അതുപോലും ആപേക്ഷികമായിരിക്കും. ഇപ്പോൾ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം. കാര്യം ഇയാൾ എന്നോട് പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷിനോട് പെരുമാറുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മൊമെന്റിലുണ്ടാവുന്ന അവരുടെ ഒരു റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് നല്ലതായിട്ട് ചീത്തയായിട്ടൊക്കെ തോന്നാവുന്നത്. അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ, ഏതെങ്കിലും ജോലി ചെയ്യുന്ന ഒരാൾക്കാരെ പുകഴ്ത്തുക എന്നോ ഇകഴ്ത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു ഇതിവൃത്തം നല്ലവനാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ചെയ്യുന്ന ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ചും അയാളുടെ ബോധ്യങ്ങൾക്കനുസരിച്ചുമായിരിക്കും. ഇപ്പം നമ്മൾ ഒരാളെയും വെറുപ്പിക്കാതെ ഒരു സിനിമ ചെയ്യണമെന്ന് മേടിക്കാം. രാവിലെ ആ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് സൂര്യൻ ഉദിക്കുക, പൂ വിരിയുക, ഇതേ കാണിക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾക്കുള്ളിലേക്ക് പത്രങ്ങളിലൂടെയും നമ്മുടെ ഒബ്സർവേഷനിലും നമുക്കുള്ളിൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഒരു തിരക്കഥ ചിലപ്പോൾ തിരക്കഥാകൃത്ത് രൂപപ്പെട്ടിട്ടുണ്ടാവുക. അതിലൊരു സംവിധായകൻ ഐക്യപ്പെടുന്നു ആ തിരക്കഥയോട്. അപ്പോൾ അയാൾക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങളോട് അതിനോട് ഐക്യപ്പെടേണ്ടി വരും. അങ്ങനെ രണ്ടുപേരുടെ കൂട്ടായ ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടൊവിയെ പോലത്തെ ആർട്ടിസ്റ്റ് വരുന്നത്. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം വർഗീസ് പീറ്റർ എന്നുള്ളൊരു കഥാപാത്രത്തിൻ്റെ കുട്ടനാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് ആ സിനിമ. ആ സിനിമയ്ക്കകത്ത് ഉള്ള ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ലേയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ പോലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പോസിറ്റിവിറ്റിയാണ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സിനിമയാണ്, ഇത് ആർട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ സംവദിക്കേണ്ടതും കലഹിക്കേണ്ടതും യുദ്ധം ചെയ്യേണ്ടതായ ചില വിഷയങ്ങളുണ്ടാവും. ആത്യന്തികമായി കല കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് 23-ാം തീയതി നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടെ ഇപ്പം സുമേഷ് ചോദിച്ചത് നിങ്ങളുടെ മറുപടിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു വെക്കുന്നത് മുത്തങ്ങ പറയുമ്പോൾ നിങ്ങൾ മുത്തങ്ങ അല്ല എന്ന് പറയുന്നു, മറ്റ് സംഭവങ്ങൾ അതല്ല എന്ന് പറയും. ശരിക്കും ഒരു സിനിമ കണ്ടിട്ട് വേണ്ട ഒരു പ്രസ് മീറ്റാണ്. എന്തായാലും ഒന്ന് ഒരു പ്രസ് മീറ്റ് വെക്കുകയും ചെയ്യണം അന്നത്തെ ദിവസം, ഉറപ്പാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ പല രീതിക്ക് യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് പല രീതിക്ക് യാത്ര ചെയ്യുന്നു. പക്ഷേ നീതി ലഭിക്കാത്ത ഒട്ടനവധി ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടൊരു നീതി ഈ സിനിമയിലൂടെ നടപ്പാക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടത്തിന് തോന്നുന്ന നിലയിലേക്ക് ഈ സബ്ജക്റ്റ് പോകുന്നുണ്ട്. അതായത് ഒരു സിനിമ കൊണ്ടോ കല കൊണ്ടോ സമൂഹത്തിൽ പൂർണ്ണമായ രീതിയിൽ നീതി നടപ്പാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നീതി നടപ്പാക്കുന്നതിനെ പറ്റി പോസിറ്റീവായിട്ട് ആലോചിക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രേരിപ്പിക്കാം, അവരെ ഇൻസ്പയർ ചെയ്യാം. അത്രമാത്രമേ ഒരു കലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എന്താ പറയുക, നരിവേട്ട ആ രീതിയിലുള്ള ചിന്ത
ഉണ്ടാക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. ഒരു ചർച്ചയ്ക്ക് പിന്നീട് ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരു വലിയ ചർച്ചയ്ക്കുള്ള ഒരു വേദിയും കൂടെ തുറന്നു കൊടുക്കാൻ കഴിയില്ലേ ഒരു ഡയറക്ടർ എന്ന നിലയിലേക്ക്? ഈ തോട്ട് പ്രൊവോക്കിംഗ് ആണ് ആക്ച്വലി സിനിമ ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു എലമെൻറ്റും കൂടെ അതിൽ ഉണ്ടാവുക എന്തുകൂടിയാണ് സിനിമ കൊണ്ട് അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോർമാറ്റും കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിലതെങ്കിലും. അപ്പോൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. എവിടെയാണ് അടിച്ചമർത്തപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഉള്ളത്? അവരുടെ നീതി എവിടെ പോയി? അവരെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്യാത്തത്? അവർക്ക് പൂർണ്ണമായ നീതി കിട്ടുന്നുണ്ടോ? അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ്? ഇപ്പോൾ ആർല ഫാമിൻ്റെ കാര്യം ഞാൻ പറയാം. ആർല ഫാം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ആദിവാസി സെറ്റിൽമെൻറ്റ് ഫാമാണത്. അബിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. 16 പേരെ കൊന്ന ഒരു ആന ഇതിൻ്റെ അകത്തുണ്ട്. കഴിഞ്ഞ 4 മാസം മുമ്പ് ഒരു ദമ്പതികളെ ആന ചൂണ്ടിക്കൊന്നു. അത് ഇവിടെ എത്ര മാധ്യമങ്ങളിൽ നോട്ട് ചെയ്യപ്പെട്ട വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എവിടെയാണ് ചില സമൂഹങ്ങളെ നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നത്? ചില സമൂഹങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ? മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മളെപ്പോലെ ആക്കുവാണോ? നമ്മളെപ്പോലെ വസ്ത്രം, നമ്മളെപ്പോലെ പാർപ്പിടം, നമ്മളെപ്പോലുള്ള ആഹാര രീതികൾ അതാണോ? അല്ലെങ്കിൽ തനതായി അവരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുകയാണോ വേണ്ടത്? ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയാണ്? ഇത് ചൂണ്ടിക്കാണിക്കാനേ ആർട്ടിന് പറ്റുള്ളൂ. ഇത് തീരുമാനം എടുക്കേണ്ടതും അതിൽ നീതി നടപ്പാക്കേണ്ടതും അതാത് സംവിധാനങ്ങളുണ്ട്. അതാണ് സിനിമയുടെ 2 ഭരണകൂടമാണ് കേരളത്തിലെ LDF, UDF 2 ഭരണകൂടങ്ങളുടെ ഭരണത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ ഇതിൽ കാണിക്കുന്ന പല സംഭവങ്ങളും വരെ ഭരണത്തിന്റെ കീഴിൽ വരുമ്പോഴാണ് നടക്കുന്നത്. അത്തരമൊരു രാഷ്ട്രീയ ചർച്ച, രാഷ്ട്രീയ വേദിയിലേക്കും കൂടെ ഈ സിനിമ കടന്നു ചെല്ലില്ലേ? ചില കഥകളിലേക്ക് ഇത് എത്തണം എന്നുള്ളത് സിനിമകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതിനെ ബാധിക്കാത്ത കാര്യമാണ്. മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം, ഒരു അടിച്ചമർത്തൽ ഒക്കെ നടക്കുന്ന സമയത്ത് അത് എന്നിലേക്ക് എത്തുന്നത് വരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹ്യ ജീവികളായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയുക അവകാശങ്ങളുള്ള ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി നേരിട്ട് അവിടെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുമായിരിക്കും. അങ്ങനെ ഒരു വലിയ സമൂഹം അവരുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അവരങ്ങനെ ചിന്തിച്ചാൽ അവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും. നമ്മൾ സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്താണോ അങ്ങനെയുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാനും അവരെ മറ്റുള്ളവരെ എല്ലാവരെയും നമ്മളെപ്പോലെ ആക്കാൻ ശ്രമിക്കാതെ അവരെന്താണോ അവരവരുടെ ദി ബെസ്റ്റ് അവർക്ക് ആവശ്യമുള്ളതും അവരർഹിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും നിലകൊള്ളാനും ഒക്കെയും അവകാശമുള്ള കടമയുള്ള ഒരു ജനസമൂഹമാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ സമൂഹത്തിന് ഇത് വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അതോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ചൂണ്ടുപലക വെച്ചു കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. അഭിനയമാണെങ്കിലും കണ്ണ് നനയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഡയറക്ടർ ആണെങ്കിലും പറയുന്നു, എഡിറ്റർ ആണെങ്കിലും പറയുന്നു, ഇന്നലെ കണ്ട ഒരാൾ കണ്ണ് നനഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ടോബി ഈ സിനിമ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2018 നമ്മുടെ മനസ്സിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ്. പക്ഷെ ഈ പറഞ്ഞ മുത്തങ്ങ സംഭവം നിങ്ങളല്ല എന്ന് പറയുമ്പോഴും മുത്തങ്ങ സംഭവം നേരിട്ട് കാണാത്ത ഒത്തിരി പേരുണ്ട്, പത്രങ്ങൾ വായിച്ചവരുണ്ട്. ഇപ്പൊ ഈ കൂടെ ഇരിക്കുന്ന പറയുന്ന പത്രം പോലും വായിക്കാത്ത ചില എൻ്റെ സഹപ്രദ പ്രായത്തിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. ആ സംഭവം ടോബി അഭിനയിക്കുമ്പോൾ നല്ല റിസ്ക് തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കണ്ണ് നിറയില്ല. ഷമീർ ഇപ്പോൾ പറയാണ് അവിടെ ഇന്നലെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കണ്ണ് നിറഞ്ഞു എന്ന് പറയുമ്പോൾ ആ മാതിരി ഒരു സീനായിരിക്കുമല്ലോ ടോബി. അത് നമ്മൾ കാണാനുള്ള ആകാംക്ഷ കൊണ്ട് തീർച്ചയാണല്ലോ. അതെ, അത് നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ബിൽഡപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോൾ ഇതാണോ എന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പെർഫോമൻസിനെ ഞാൻ തന്നെ അങ്ങനെ വിലയിരുത്താറില്ല. അങ്ങനെ വിലയിരുത്തുന്നതിൽ കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ വാലിഡേഷൻ, ഞാൻ ആഗ്രഹിക്കുന്ന
വാലിഡേഷൻ എന്ന് പറയുന്നത് എൻ്റെ സംവിധായകനാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഓഡിയൻസ്. ആ സംവിധായകനും എഴുത്തുകാരനുമാണ് ഈ കഥാപാത്രത്തിനെ സൃഷ്ടിച്ചത്. അപ്പോൾ അവർ ഇതിൽ സംതൃപ്തരാണോ, അവരാഗ്രഹിച്ച പോലെ അവരാഗ്രഹിച്ചതിനേക്കാൾ ഒരു പടിയെങ്കിലും മുകളിൽ ഇവർക്ക് എൻ്റെ പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമോ എന്നായിരിക്കും ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ ക്യാരക്ടറും നല്ല ഒരു ക്യാരക്ടർ ആർക്കുള്ള പലതരം ഇമോഷൻസ് പോർട്രേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷണൽ ഗ്രാഫും നമ്മൾ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കഥ വായിച്ച സമയം മുതലേ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റ് സിനിമകൾ ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു സമയം വരെയും ഈ സിനിമയെ പറ്റി ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല, സംസാരിക്കാതിരുന്നിട്ടില്ല. അതുവരെയും എപ്പോഴൊക്കെ ഞാനും അനുരാജും സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ആ സീനിൽ ഈ സീനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ആ സീനിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മുതലേ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്കഷൻസിലൊക്കെ ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ആ സമയത്ത് വയനാടായിരുന്നു ഷൂട്ട്. ഞാൻ എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഷൂട്ട്, പിന്നെ എൻ്റെ അവിടുത്തെ വയനാട്ടിലുള്ള ചെറിയ മലകയറ്റവും അവിടുത്തെ സുഹൃത്തുക്കളുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് വളരെ ചുരുക്കമാണ് ഈ വയനാട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല ഏകാഗ്രതയും ഒക്കെ ആയിരിക്കും. സമയത്തിന് ഉറങ്ങുന്നു, സമയത്തിന് എഴുന്നേൽക്കുന്നു, മറ്റൊരു കാര്യങ്ങളിലേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. നമ്മളിതിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഈ കഥാപാത്രത്തിൻ്റെ ശൂഷ്യയിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ ഒരു ടൊവിനോ തോമസ് ആയിട്ട് നിന്നിട്ട് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ആ കഥാപാത്രത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓരോ സിറ്റുവേഷൻസും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളുടെ ചിന്തകളിൽ തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ മുതൽ നമ്മൾ വളർന്ന ഒരു പോക്കുകയും അപ്പോൾ ഇതിൽ അതുപോലെ എന്നിട്ട് അത് നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും കരയുമ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കരയുമ്പോഴും ഒരേ മസിൽസ് തന്നെയാണ് ചലിപ്പിക്കപ്പെടുന്നത്. ഒരേ ടിയർ ഗ്ലാൻഡിൽ നിന്ന് തന്നെയാണ് ഈ കണ്ണീര് വരുന്നത്. നമ്മൾ ഗ്ലിസറിൻ ഇടാതെയും നമുക്ക് കരയാൻ പറ്റും. നമ്മുടെ ഈ സിറ്റുവേഷൻസ്, സിനിമയിലെ സിറ്റുവേഷൻസ് ഭയങ്കര ആത്മാർത്ഥമാണെങ്കിൽ നമ്മൾ സിനിമ കണ്ട് കരയുന്ന ആൾക്കാരല്ലേ. ഞാൻ പുസ്തകം വായിച്ചിട്ട് അതിനകത്തൊരു ഇമോഷണൽ സീക്വൻസ് വന്നാലും എൻ്റെ കണ്ണൊക്കെ നിറയുന്ന ആളാണ്. അപ്പോൾ അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചും കൂടെ കൂടുതൽ എൻ്റെ ഉള്ളിലേക്ക് കയറുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര അത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതേപോലെ തന്നെ അത് ഫീൽ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇച്ചിരി ലോങ് ടേക്ക് ആയിരുന്നു. സിനിമയിൽ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് കട്ടായിട്ടായിരിക്കും അതിനിടയ്ക്ക് നേരെ ഷോട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു മാസ്റ്റർ ഷോട്ട് പോലെ നമ്മളൊരു ദിവസം രാവിലെ വന്ന് പ്രിപ്പയർ ആയിട്ട് അന്ന് ഞാനും ആ മൂഡിലായിരുന്നു. മൊത്തം ക്രൂവും കുറച്ച് സൈലന്റ് ആയിരുന്നു. ഇന്ന് എടുക്കാൻ പോകുന്ന സീൻ ഇതാണെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് അങ്ങനെ വന്നത് നമ്മൾ ഈ സീൻ പെർഫോം ചെയ്ത് ത്രൂ ഔട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അനുരാജ് സാധാരണ കട്ട് എന്ന് പറഞ്ഞിട്ട് കട്ട്. അപ്പൊ ഈ കട്ട് കണ്ടപ്പോൾ നമുക്ക് അനുരാജിന്റെ ശബ്ദമിടറി എന്ന് പറയുന്ന സമയത്ത് എനിക്കത് അവിടെ സ്പോട്ടിൽ വെച്ചിട്ട് PWD അവാർഡ് തന്നു. നീ ഹനുമാനല്ല സുലൈമാനല്ല ഹനുമാനാണെന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത്. അതാണ് നമ്മളിത് സിനിമ ഇറങ്ങിയതിനു ശേഷം വരുന്ന റെസ്പോൺസിബിളേക്കാൾ ഓൺ ദ സ്പോട്ടിൽ വരുന്ന പെർഫോമൻസ് ചില സമയത്ത് അങ്ങനത്തെ കയ്യടികളൊക്കെ കിട്ടുമ്പോൾ അതാണ് ആസ് എൻ ആക്ടർ നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അനുരാജിന്റെ സുഹൃത്താണ്, അനുരാജ് ആ സിനിമയുടെ സംവിധായകനാണ്. അതുകൊണ്ട് ചിലപ്പോൾ അനുരാജിന് കുറച്ചും കൂടി ഇമോഷണലി ഇതിൽ ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കും ആ സമയത്ത് എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് കരച്ചിൽ വന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഉണ്ടാവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഊർജ്ജമായിരുന്നു. അത് തന്നെയാണല്ലോ ഒരു അപ്രിസിയേഷനാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്, മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അത് അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസസ് ഈ സിനിമയിലുണ്ടായിരുന്നു. ഓരോ സീനുകളും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യാനായിട്ട് അതിനുള്ള എന്താ പറയുക, ഞാനങ്ങനെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ. ഇവരെനിക്ക് അതിനുള്ള അത്രയും ഇൻപുട്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇവർ തന്ന ആ സ്ക്രിപ്റ്റിൽ ആ ടെക്സ്റ്റിലുണ്ടായിരുന്നു ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത്. അതിനുശേഷം ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഞങ്ങൾ ഈ ക്യാരക്ടറെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ക്യാരക്ടർ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് മനസ്സിൽ ചെറിയൊരു ധാരണയുണ്ടാവും. പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട് എല്ലാവരും നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേ പല ഇൻഹിബിഷൻസും മറന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അനുരാജ്, ഇപ്പം ഈ സിനിമയിൽ തന്നെ ജെയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ചോദ്യങ്ങൾ എത്തണേ. ജെയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഇതിലെ പാട്ട് തന്നെ ഇപ്പം ട്രെൻഡിങ്ങിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ജെയ്സ് ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായിരിക്കും ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ശരിക്കും ഇതിങ്ങനെ അതിന്റെ പാട്ടുകൾ തന്നെ നമുക്ക് പിന്നെ പിന്നെ കേൾക്കാനായിട്ട് ഇഷ്ടം തോന്നുന്നു, അങ്ങനത്തെ ലെവലാണ് ചെയ്യുന്നത്. മ്യൂസിക്കിനെ കുറിച്ച് അതൊന്നും പറയാം. അല്ല, ജേക്ക് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഷൂട്ട് കഴിഞ്ഞ് ഷമീർ ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് ആണല്ലോ നമ്മൾ മ്യൂസിക്കിന് ഇത് പിച്ച് ചെയ്യുക. അപ്പം ജേക്ക് ചേട്ടനായിട്ട് ഓരോ റീൽ വൈസാണ് മ്യൂസിക് ചെയ്തു പോകുക. അപ്പോൾ ഓരോ റീൽ കഴിയുന്നതനുസരിച്ച് സിനിമയുടെ സ്വഭാവം മാറുന്നതിൻ്റെ ഇൻപുട്ട് എനിക്ക് ജേക്ക് ചേട്ടൻ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ആ റീലിൽ ഇമോഷൻ അല്ലെങ്കിൽ റീൽ ക്യാവേഴ്സ് നടക്കുന്നുള്ളതിൻ്റെ പോലെ തന്നെ. അപ്പം നമ്മൾ സിനിമ കണ്ട കൂട്ടരിൽ ആദ്യം ശരിക്കും ഷമീർ ആണ് ആദ്യം ഇത് നമ്മൾ 3 മണിക്കൂറിനുള്ള ഫുട്ടേജിന് 2:20 ആക്കുന്നത് ഷമീറാണ്. അതിനുശേഷം നമ്മൾ കാണുന്നു. അതിനുശേഷമാണ് ജേക്ക് ചേട്ടൻ ഇന്നാവുന്നത്. ജേക്ക് ചേട്ടൻ ഇന്നാവാൻ കുറച്ച് തുടക്കത്തിൽ കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷേ വൺസ് പുള്ളി ഇന്നായി കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് സംഭവിച്ച മാജിക്ക് ശരിക്കും എന്നെ തന്നെ ഭയങ്കരമായിട്ട് വിസ്മയപ്പെടുത്തിയ ചില ഏരിയാസൊക്കെ ആ സിനിമയിലുണ്ട്. അപ്പം ത്രൂ ഔട്ട് ജേക്ക് ചേട്ടനെ പോലത്തെ ഒരു ടെക്നീഷ്യൻ അതിന് ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുക മാത്രമല്ല, ഇപ്പം തുടരെ സിനിമകൾ നന്നായി വന്നുകൊണ്ടിരിക്കുക ജേക്ക് ചേട്ടൻ്റെ. അപ്പോൾ അതിൽ തന്നെ ജേക്ക് ചേട്ടൻ്റെ മ്യൂസിക്കിൽ എനിക്കൊന്ന് അയ്യപ്പൻ കോശിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ ഒരു അടയാളപ്പെടുത്തൽ കൃത്യമായി വരുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ഇപ്പം ജേക്ക് ചേട്ടൻ മാത്രമല്ല, ഇതിലൊരു ടെക്നിക്കലി നിൽക്കുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം ഷമീറിൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, എല്ലാവരും ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിനിമ പോകുന്ന സമയത്ത് മറ്റേ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ മികച്ചതാവുക എന്നുള്ളൊരു മത്സര സ്വഭാവം ഈ സിനിമയ്ക്ക് യാത്രയിലുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ മറിയുന്ന കാണുകയുണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞ പോലെ ഈ ബാവക്കയുടെ ആയാലും, ബാവക്ക ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ആമ എന്നുള്ള സിനിമയാണ് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. ആമയിൽ ബാവക്ക ശരിക്കും അന്ന് അതിനേക്കാൾ ഊർജ്ജത്തോടു കൂടിയാണ് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്തത്. ഇപ്പം ചില സ്ഥലത്ത് നമുക്ക് തീ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇപ്പം ബാവക്ക പൈപ്പ് എടുത്ത് ജമ്പ് ചെയ്ത് ചാടി ഇറങ്ങി നനയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബാവക്കൻ്റെ ഉള്ളിലത്തെ എനർജി സിനിമയാണ് പുള്ളിയെ നയിക്കുന്നതെന്ന് പറഞ്ഞു. ഈ വെള്ളത്തിൽ നെഞ്ചടിച്ച് വീണിട്ടുണ്ട് ഒരു വലിയ കാട്ടിൻ്റെ അകത്ത് വെള്ളച്ചാട്ടത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ പ്രണവിൻ്റെ തന്നെ ആയാലും, പ്രണവ് അടക്കമുള്ള മുഴുവൻ അങ്ങനെ എടുത്തു പറയേണ്ടതല്ലാത്ത ആർട്ടിസ്റ്റായാലും ടെക്നീഷ്യന്മാരായാലും എടുത്ത എഫേർട്ടിൻ്റെ ഔട്ട്പുട്ടാണ് സിനിമയിൽ വരുന്നത്. അത് എല്ലാവർക്കും അതിൻ്റെ അപ്രിസിയേഷൻ സിനിമ കഴിഞ്ഞിട്ട് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആര്യ, ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഇന്ന് ഭയങ്കര കഥ മുന്നോട്ട് നയിക്കുന്ന മെയിൻ കഥാപാത്രങ്ങൾ ഒരാളാണ് താങ്കൾ. ശരിക്കും എന്താ പറയുക, നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെ അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനെ ഒരു അധികം സിനിമകളിൽ ചെയ്ത കഥാപാത്രങ്ങൾ ആ ഡെപ്പിലേക്ക് എത്തിക്കാൻ പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. ഈ റിയൽ ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഇന്നൊരാളെന്നില്ല. നമ്മൾ കേരളത്തിൽ കണ്ട് വന്നിരുന്ന സമര നായികമാരും അങ്ങനെ ഒത്തിരി പേര്, ഇന്നൊരാളും മാത്രമായിട്ട് ഞാൻ റെഫറൻസ് എടുത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ചധികം പേര് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. സമരത്തിനെ നയിക്കുന്ന ആ ട്രൈബിൻ്റെ മുന്നിൽ നിന്ന് അവരെല്ലാവരും ഒരുമിച്ച് നിർത്തി നയിക്കുന്ന ഒരു സ്ട്രോങ് ലേഡിയുടെ ക്യാരക്ടറാണ്. അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസുകൾ നമ്മൾ എടുത്തിരുന്നു. ഇപ്പോൾ ന്യൂസിൽ നിന്നാണെങ്കിലും യൂട്യൂബ് ചാനൽസിൽ നിന്നാണെങ്കിലും. പിന്നെ കൂടുതലും ഭാഷയിലാണ് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം രാവുള ഭാഷയാണ് പ്ലാൻ ചെയ്തത്. അതിനുശേഷം നമ്മുടെ കൂടെ അഭിനയിച്ചവർ എല്ലാവരും പണിയ ഭാഷ സംസാരിക്കും. അപ്പോൾ നമ്മൾ പണിയ ഭാഷ സ്ലാങ് ഭാഷ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. കാരണം മലയാളം തന്നെയാണ് അവർ പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിൽ തന്നെ നമുക്ക് പ്രസാദ് എന്ന് പറയുന്ന ചേട്ടൻ നമ്മുടെ കൂടെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡബിങ് ടൈമിലാണെങ്കിലും നമുക്ക് ഒരു സ്ലാങ് കറക്റ്റ് ചെയ്യാനൊക്കെ പുള്ളി കൂടെ നിന്ന് എഫേർട്ട് അവരും എൻ്റെ ഒപ്പം തന്നെ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേരുടെ എഫേർട്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് ബുക്ക് ചെയ്തില്ല. കാരണം എനിക്ക് അത്രയും സപ്പോർട്ട് ഇപ്പം അനുരാജും അഭിനയം മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ AD ടീം ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ ദൂരെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെയുള്ള ഈ മൂവിയുടെ AD ടീംസ് ആണെങ്കിലും ഓടിയാടുന്നത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാനും പിടിക്കാനൊക്കെ അവരും ഒത്തിരി എഫേർട്ട് ഉണ്ട്. കുറച്ചും കൂടെ പറയാൻ ചോദിക്കുക, അതായപ്പം ചൂണ്ടെന്ന് പറഞ്ഞ അതായത് ഇപ്പം രഞ്ജിത്ത് പ്രസാദ് സിനിമകളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അതേപോലത്തെ സിനിമകൾ ഇപ്പം മലയാളത്തിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ പോലും ഇപ്പം മടിയാണ്. പറഞ്ഞാൽ അത് തെറ്റല്ല എന്ന രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും സിനിമകൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു മുന്നോട്ട് വെക്കാനായിട്ട് തന്നെ മടിയാണോ, അതോ അങ്ങനത്തെ നിയമം സംരക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ ആസ് എ ആർട്ടിസ്റ്റ് അത് തോന്നുന്നത്? അല്ല, എന്നും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ? അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാനുള്ള സിനിമകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ വരും വരായികളെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ. അപ്പം ഞാനിങ്ങനെ അങ്ങനെ അധികം ഓവർ തിങ്ക് ചെയ്യാറില്ല.
സിനിമയിൽ വരുമ്പോൾ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല. കലാകാരന് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ കലയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ. ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ. ആ സിനിമ എല്ലാ സിനിമയും സാരോപദേശ കഥയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം. ചുരുങ്ങിയ പക്ഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അതും ഇതങ്ങനെ പറഞ്ഞല്ലോ, ഇതങ്ങനെ ഒരു സാരോപദേശം അങ്ങനത്തെ സിനിമയോ അല്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്നതിൽ ഈ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ സിനിമ കാണാനാണ് നിങ്ങൾ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അസംഷൻസ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത്. ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിൽ ഈ സിനിമേനെ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ചിരിക്കും അത്. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരെ പോയിന്റ് ഏതെങ്കിലും വിരൽ ചൂണ്ടുകയാണെങ്കിൽ ആ വിരൽ എൻ്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പല രീതിയിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോഴും പക്ഷെ നമ്മുടെ മുകളിലേക്ക് മാത്രം നോക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് ഇങ്ങനെ ഒരു ആശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കണ്ടുപോവുകയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അതിന് വിമർശിക്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടേണ്ടയോ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യം നടന്നാണ് ജനങ്ങളുടെ മേലുള്ള ആധിപത്യം നമുക്ക് ചുറ്റും അറിയാം. കാരണം പല ഇൻസിഡൻസ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് വെളി വരുമെങ്കിലും പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്നോ പിന്നെ എന്താണ് അവരുടെ ജീവിതമെന്നോ പലപ്പോഴും അറിയാറില്ല. അപ്പം ജനാധിപത്യം എന്ന് പറയുമെങ്കിലും പക്ഷേ ജനങ്ങളുടെ മേലുള്ള ആധിപത്യമാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ലേ. അപ്പൊ ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടോവിനോയ്ക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കണത് ഭയങ്കര മോശമാണ്. ബാവക്കാടാണ് ഇവിടെ ബാവക്ക പറയുന്ന കേട്ടോ 100 സിനിമകൾ. അതിലപ്പുറം ഈ സിനിമയ്ക്ക് താങ്കൾ എടുത്തിരിക്കുന്ന ഒരു എന്താണെന്ന് എനിക്കറിയില്ല. താങ്കൾ അത്രമാത്രം കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. താങ്കൾ ഇത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവാർഡ് വാങ്ങിയ വ്യക്തിയാണ്, കുറേ സിനിമകൾ ചെയ്തു. ഇതിൻ്റെ ഒരു സെറ്റ് വർക്ക് താങ്കൾക്കൊരു ചലഞ്ചായിരുന്നു എന്ന് എനിക്ക് സ്വയം തോന്നുന്നു. കാരണം നിങ്ങളിപ്പോഴും മുത്തങ്ങ അല്ല എന്ന് പറയുമ്പോൾ ഞാൻ മുത്തങ്ങയിൽ തന്നെ നിൽക്കും കേട്ടോ. അതിനകത്തൊരു മാറ്റമില്ല. അതിൽ എന്നെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അവിടെ പോയി നേരിട്ട് കണ്ട അനുഭവമുള്ള ആളാണ്. അത്തരം ഒരു വർക്ക് താങ്കളുടെ ഈ കൈകളിൽ ഭദ്രമായിരുന്നു. ആ റിസ്ക് എങ്ങനെയായിരുന്നു? ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ പടങ്ങൾ ചെയ്തതിൽ ഒരു പടം എൻ്റെ മനസ്സിൽ എന്നെന്നും തങ്ങുന്ന ഒരു പടമായിരിക്കും ഈ നരിവേട്ട എന്ന ഫിലിം. ഉറപ്പായിട്ടും അതിൽ യാതൊരു സംശയമില്ല. മേ ബി ഞാൻ ഈ പടം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ അനുരാജിനടുത്തും സ്ക്രിപ്റ്റ് റൈറ്ററും പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ചെറിയ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പടമാണ്. ഞാൻ എല്ലാവർക്കും ഇന്നും 100 പടം ചെയ്താലും ഇപ്പം ചെയ്യുന്ന പടത്തിന് ഞാൻ ആദ്യത്തെ പടമായിട്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാം അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാണ്ട് നത്തിങ്. ഐ വാണ്ട് ടു ലേൺ ഫ്രം സിനിമ. ആരും സിനിമ ഫുള്ളായിട്ട് പഠിച്ച ഇൻഡസ്ട്രിയിൽ ആരും തന്നെ ഇല്ല. ഇന്ന് വേറെ ഏത് ടെക്നീഷ്യനെ എടുത്ത് ചോദിച്ചാലും എല്ലാവരും പറയും ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഇത് കിട്ടി, ഇൻസ്ട്രക്ഷൻസ് കിട്ടി. ഇങ്ങനെ ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെ വേണം. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അതിൽ എന്താണ് നമുക്ക് ബെസ്റ്റ് കൊടുക്കാം. വി ഡോണ്ട് ഗിവ് ദ എക്സാക്ട് തിങ് ബട്ട് വിൽ ഗിവ് സംതിങ് മോർ എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അത് ഉറപ്പായിട്ടും ഈ പടത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ കണ്ട റെഫറൻസിൻ്റെ വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എക്സാക്റ്റ് അല്ല അത്. എന്നാൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ, അതായത് പബ്ലിക്കിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൾമോസ്റ്റ് നമ്മളെ ADs ഒക്കെ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞു, ബാബുക്ക നിങ്ങൾ ഇട്ട സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം
ഞാൻ ഇന്നും വർക്ക് ചെയ്യുന്നത് ആസ് എ AD അല്ലെങ്കിൽ ആസ് എ അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഐ എം നോട്ട് വർക്കിംഗ് ആസ് ആർട്ട് ഡയറക്ടർ. അത് ഇന്നും അത് തന്നെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എത്ര എനിക്ക് പടം കിട്ടിയാലും അത് തന്നെ ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് അവർക്ക് വളരെ നന്നായിരുന്നു ഒരു സെറ്റ്, അത് ഭയങ്കര റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ള. അപ്പോൾ അത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്യാൻ പറ്റും. മീൻസ് അത് ഇനി അവാർഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് തന്നെ വലിയൊരു അവാർഡായിട്ടാണ്. കാരണം ഇതിൽ മെയിൻ പാർട്ടുണ്ട്. ഞാൻ എന്തൊക്കെ സെറ്റ് വർക്ക് ചെയ്താലും ഒരു ഡയറക്ടറും ഒരു DOP ആണ് അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ദ ഫ്രെയിം എന്ത് വരും എന്നുള്ളത് നമുക്കറിയണം. ഒരു സെറ്റ് ഇടുന്നതിന് മുമ്പ് എന്താണ് ഫ്രെയിം എന്നുള്ളത് ആദ്യം അറിയണം. അതിന് ശേഷമാണ് സെറ്റ് ഇട്ടാൽ ആ ഫ്രെയിമിൽ ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. ഞാൻ എപ്പോഴും തന്നെ ക്യാമറയുടെ പിന്നിൽ തന്നെ ഉണ്ടാവും. അതായത് ഒന്നിക്ക് മോണിറ്ററിന് മുമ്പിലുണ്ടാവും, അല്ലെങ്കിൽ ക്യാമറയുടെ പിന്നിലുണ്ടാവും. കാരണം ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വർക്കിനെ. അതുകൊണ്ട് എൻ്റെ വർക്ക് എല്ലാം നന്നായിട്ട് വരുന്നുണ്ടെന്ന് തന്നെ വിചാരം. ബാക്കി എൻ്റെ വർക്കിനെ കുറിച്ച് പറയണമെങ്കിൽ അനുരാജ് സാർ തന്നെ പറയണം അതിൻ്റെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടാണ് നമ്മൾ ഒത്തിരി പ്രസ് മീറ്റുകളുണ്ട്. ഇങ്ങനെ ഒരു ആർട്ട് ഡയറക്ടറിനെ കൊണ്ട് ഇരുത്തി പ്രസ് മീറ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ടാണ്. അല്ല, ഇതിൽ ബാവക്കാട് എന്ന് വെച്ചാൽ നമ്മൾ റക്കി പരിപാടികളുണ്ടല്ലോ, ഈ ലൊക്കേഷൻ നമ്മൾ മനസ്സിലുള്ള ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യണമല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു വണ്ടി നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പം ഞാൻ ഇറങ്ങി നടക്കുകയാണ് പതിവ്. അപ്പോൾ ബാവക്ക ആണ് എൻ്റെ പുറകിൽ, നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ പുറകിൽ ദൂരെയാണ്. അപ്പോൾ കിലോമീറ്റേഴ്സ് നമ്മൾ ഒരുമിച്ച് നടക്കും. അപ്പോൾ കടുവ, പുലി, അങ്ങനെ സകല സങ്കേതങ്ങളുള്ള കാടുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറകിൽ നമ്മൾ ഓർമ്മയുണ്ട് ഒരു വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഏതാണ്ട് ഒരു 50-60 പന്നി കൂട്ടം ക്രോസ് ചെയ്ത് ജസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അവർക്ക് പുറകെ നിലവിയത് കൊണ്ടാണ് പുള്ളിക്ക് അതിന് എക്സ്പീരിയൻസ് കൊണ്ട് വരും. നമ്മൾ ഭ്രാന്തമായി ഇങ്ങനെ അലഞ്ഞു പോവാണ്. അപ്പോൾ പന്നി കുത്തി മരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അന്ന് ബാവക്കയുടെ ഒരു ഇടപെടലൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർക്കുക. നമ്മുടെ കൂടെ ഇറങ്ങി നടക്കുകയും പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ മുത്തങ്ങ സമരം അല്ല എന്നല്ല നമ്മൾ പറഞ്ഞു. മുത്തങ്ങ സമരം ചേർന്നാണ് ഈ സിനിമ. മുത്തങ്ങ സമരത്തെ നമ്മൾ ഗണ്ണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആ സമയത്ത് വർക്ക് ചെയ്ത മാധ്യമപ്രവർത്തകർ മുത്തങ്ങ സമരത്തിൽ അന്ന് നിങ്ങൾ കണ്ട കാഴ്ചയെ പറ്റി ഇപ്പോൾ പറയാമോ? അത് ഇവിടെ എത്ര പേർക്ക് അറിയാം ഈ പുതിയ മാധ്യമങ്ങൾ? ഇത് നടക്കുമ്പോൾ, ഈ മുത്തങ്ങ സമരം നടക്കുന്ന സമയത്ത് എനിക്കും അനുരാജനൊക്കെ 13-14 വയസ്സാണ് പ്രായം. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും സ്കൂളിൽ പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തായിരിക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. ഇവിടെ ഇരിക്കുന്ന പലരും ആ സമയത്ത് ജനിച്ചിട്ട് പോലുമില്ല. 2003 ശേഷം ജനിച്ചവരിവിടെ ഇല്ലേ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കൈവക്കാമോ? കണ്ടോ? 2003 ശേഷം ജനിച്ചവരുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ അന്ന് കൃത്യമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് എന്താണ് അവിടെ സംഭവിച്ചത് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന, നമ്മൾ ഇപ്പോൾ വാർത്തയിലും പത്രത്തിലും കണ്ടതിനപ്പുറത്ത് അതിനകത്ത് അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയേണ്ടത്. എക്സ്പീരിയൻസ് എന്തെങ്കിലും അറിയണം. ഇപ്പം ഞങ്ങളിതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് തീർച്ചയായിട്ടും കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ആ സമയത്ത് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കണ്ട കാര്യങ്ങളോ വല്ലതും പറയാമോ? അല്ല, അവിടെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെല്ലുന്നത്. നമ്മൾ ആദ്യം ചെല്ലുന്നല്ലോ, ആദ്യം ചെന്ന് അടുത്ത ബ്യൂറോയിൽ നിന്നാണ് പോകുന്നത്, പിന്നീടാണ് നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് അവിടെ 2 പേരെല്ലാം മരിച്ചിരിക്കുന്നു. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. മുത്തങ്ങ സമരത്തിൽ ഇന്ന് വരുന്ന വാർത്തയിൽ 2 പേർ, ഒരു പോലീസുകാരനും ഒരു ആദിവാസിയും മരിച്ചുവെന്ന് അത് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഒരു മാധ്യമപ്രവർത്തകൻ. ഞാൻ ഒരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല. കാരണം അത്രമാത്രം വേട്ട നടന്ന സംഭവമാണ്. ഈ പേര് പോലെ തന്നെ അത്രമാത്രം വേട്ടയാടിയപ്പെട്ട ആദിവാസികളാണ്. ആദിവാസികൾക്ക് നേരെ ഉണ്ടായ അതിക്രമം വലുതായിരുന്നു. അതിനുശേഷം വലിയ സമരം, ഈ പറഞ്ഞ പോലെ 6ാം സമരത്തിന് ഞങ്ങൾ പോയതാണ്. അവിടെയും റബ്ബറിൻ്റെ മുകളിൽ നിന്ന് മണ്ണെണ്ണ ഒഴിക്കുന്ന പെട്രോൾ ഒഴിക്കുന്ന സമയത്തും അതും റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ ഇത് നീതിപൂർവമാണ് ഈ സിനിമ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം സമ്പാദിക്കാൻ പോകുന്ന സിനിമ ഇതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും വരികയില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസമാണ്, 2 പേരല്ല അവിടെ മരിച്ചതെന്ന് ഞാൻ എവിടെയും ഏത് ചർച്ചയ്ക്കും വന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഇനി സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പറയാൻ പറ്റും പല കാര്യങ്ങളും. സിനിമയ്ക്ക് മുമ്പ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അത് കഴിഞ്ഞിട്ടാണ്. അതെ, ഇവിടുന്ന് പോയാൽ നമ്മുടെ ഒരു ക്യാമറയുണ്ട്, റിപ്പോർട്ടർ പ്രദീപ് ഇവിടെ ഉണ്ട്. പ്രദീപ് വന്ന് കാസർഗോഡാണ് ഇന്ത്യ വിഷനുള്ളത്. പ്രദീപ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പ്രദീപ് കാസർഗോഡ് നിന്ന് മുത്തങ്ങയിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. ഇവിടെ ഉണ്ട് ക്യാമറ, ഇപ്പോൾ റിപ്പോർട്ടർ ടീവിലുള്ള. അന്ന് ഇന്ത്യ വിഷനിലായിരുന്നു, അന്ന് കാസർഗോഡ് ബ്യൂറോയിലായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് അവിടുന്ന് മുത്തങ്ങയിലേക്ക് പോകണമെന്ന് പോയി എന്നിലും മുമ്പ് എത്തിയൊരു ക്യാമറയാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ പേര്, എനിക്ക് ഇവിടെ ഉള്ള മെയിൻ ചാനലിലെ ക്യാമറമാൻ എത്ര പേരുണ്ടെന്ന് അറിയാമല്ലോ അവിടെ പോയത്. ഞാൻ കണ്ട കാഴ്ചകൾ എന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ആ വേദനിപ്പിക്കുന്ന കാഴ്ചയിൽ നിരപരാധിയായ ആദിവാസികളും അതിൽ നിരപരാധിയായ പോലീസുകാരും ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു.
അത് കണ്ണു നനയിച്ച കാഴ്ചകൾ ഇഷ്ടം പോലെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഇത്ര യാത്ര ചെയ്യുന്നത്. ഈ സിനിമ എനിക്ക് കാണാനുള്ളൊരു എന്താന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് കാണി 23-ാം തീയതി വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 16-ാം തീയതി വരെ ഒന്നും അന്ന് എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്തിട്ടിരിക്കുകയാണ്. ഒന്ന് കണ്ടാൽ പോലെ ഈ സിനിമ 2 or 3 പ്രാവശ്യം കണ്ടാലേ എനിക്ക് ഈ സിനിമ ഉള്ളിലേക്ക് കയറുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം എനിക്കറിയാവുന്ന കുറേ വേദനകളുണ്ട്. എനിക്കിപ്പോഴും തോന്നുന്നു അതിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു അമ്മ പറഞ്ഞ എൻ്റെ കണ്ണു നനച്ചാൽ എൻ്റെ മകന് കയറി കിടക്കാൻ ഒരു ഭൂമി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സമരത്തിന് പോയെന്ന് പറഞ്ഞു. എൻ്റെ മോന് കിടക്കും, അതുകൊണ്ട് ഞാൻ പോയി. അമ്മയെന്നതിലേക്ക് ഞാൻ പോയി. അങ്ങനെ എത്ര ആദിവാസികളെ കണ്ടാണെന്നാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നിങ്ങളതിൽ നീതി പുലർത്തിയിട്ടുണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ നീതി പുലർത്തി ഡയറക്ടർ ചെയ്യണം. നമ്മൾ എന്ത് കഥ പറയുമ്പോഴാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിക്കാനോ പറ്റില്ല. ഇതൊരു ആർട്ട് ഫോമാണ്. ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ ഒരു സാരോപദേശം കൂടിയേ തീരൂ എന്നും പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒരിക്കലും കുത്തിക്കയറ്റാൻ പറ്റില്ല. അയച്ചു കിട്ടിയാൽ അത് മുഴച്ചിരിക്കും. ചില സിനിമകൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കും അതിൻ്റെ പർപ്പസ്. അതിനകത്ത് നമുക്ക് അതിൽ നിന്ന് ഉൾക്കാഴ്ചകൾ ഉണ്ടാവുന്നതൊക്കെ ഉണ്ടാവാം. അത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു മീഡിയം ആയതുകൊണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ കഥ പറയാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് അത് പരമാവധി നീതിപൂർണമായിട്ട് പറയണം എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുമുള്ളത്. അത് സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങളിലൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്ന എഡിറ്ററായിരിക്കും അല്ല? ഈ സിനിമ ഫുൾ ഫുട്ടേജ് കണ്ടിരിക്കുന്ന ഇദ്ദേഹമായിരിക്കും. എഡിറ്റ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യേണ്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരിക്കും ഈ സിനിമ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വാർത്തകളുണ്ട്. ഇതുമായിട്ട് പല സംഭവങ്ങളുണ്ടാവും. അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ സിനിമയെക്കുറിച്ച് വലിയൊരു ഐഡിയ ആയിരിക്കും മനസ്സിലുണ്ടാകുന്നത് അല്ലേ? ഈ കഥ കേട്ടിട്ടുണ്ട്, എഡിറ്റിംഗ് ഫുൾ ഫുട്ടേജ് അവിടെ എത്തുന്നു, ഇതിൽ നിന്ന് ഏത് കളഞ്ഞാലായിരിക്കും താങ്കൾക്ക് ഉണ്ടായി കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഞാനിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം തീർന്നതിന് ശേഷമാണ് അനുരാജ് കാണാൻ വരുന്നത് സിനിമ. ഇതിൽ ലാസ്റ്റ് ഒരു ടെയിലെൻഡിൽ വരുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ എഡിറ്റിൽ കുറച്ച് ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ 1-2 സീൻസ് ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അനുരാജ് കാണാൻ മുകളിലേക്ക് പോയി. ഞാൻ ഇരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഇവൻ കണ്ടിട്ട് വന്ന് തറക്കി തിരിച്ചു മാറ്റും, അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ച് ഞാൻ അടിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇവനും അവനെന്തെങ്കിലും മാറ്റിയിട്ടുണ്ടായിരിക്കും, ഞാനത് തിരിച്ചു മാറ്റും എന്ന് വിചാരിച്ച് ഇവനും പോകുന്നു. അങ്ങനെ ഇവൻ പടം കണ്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഒന്നും സംസാരിക്കാതെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാൻ വിചാരിച്ച് പണി പാളി. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കണ്ണൊക്കെ നിറഞ്ഞു. സോ അതായിരുന്നു ഈ പടം. ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ ഇപ്പോൾ റിയാക്ഷൻ അതായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേര് പടം കണ്ടു. പടം കണ്ട ആൾക്കാരുടെയൊക്കെ ഒരു പോയിന്റ് ഉണ്ട് ഇതിൽ. ആ ഏരിയയൊക്കെ എത്തുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു ഞാനിത് വർക്ക് ചെയ്യുന്ന സമയത്ത്. ഡയറക്ടറിനോട് ഇവിടെ സ്ട്രൈറ്റ് ഹിസ്റ്ററി സെറ്റ് ഓഫ് ലൈഫ് എഗ്രീഡ് അപ്പോൾ എന്ന് പറഞ്ഞ് നെപ്പോളിയൻ്റെ ഒരു കോട്ടുണ്ട്. ഇപ്പം നരിവേടിലേക്ക് വരുമ്പം ട്രൂ ഇവൻറ്റും ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സിയിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് താങ്കൾക്കാണ്. പക്ഷെ അവിടെ ടോവിനോ എന്ന് പറയുന്ന ഒരു നടൻ ഈ ചോദ്യങ്ങൾ കേൾക്കേണ്ടി അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. ഇപ്പം ടോവിനോ തന്നെ അഭിനയിച്ച ഇപ്പം എമ്പുരാനിലാണെങ്കിൽ കൂടി നമുക്കത് കാണാൻ സാധിച്ചു. അപ്പം അതിനോട് താങ്കളുടെ ഒരു പ്രതികരണം എന്താണ് ഡയറക്ടർ? അല്ല, ഇത് നമ്മൾ 23-ാം തീയതി റിലീസ് ചെയ്യുന്ന ദിവസം തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ ഈ സിനിമ. നമ്മളിപ്പോൾ കഴിഞ്ഞ 4 വർഷമായി ഈ സിനിമ തിരക്കഥയാവുന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ള യാത്രയിൽ ടോവിയുണ്ട്, ഇതിലെ മോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻസും ഉണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം ഷമീർ ശരിയും ഈ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ്, മറ്റ് ചില സാങ്കേതിക കാരണങ്ങളെ മാറിയതാണ്. അപ്പോൾ ഒരാളെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമ ചെയ്യുന്നതിന് അതിന് വാലിഡിറ്റി ഇല്ല ആക്ച്വലി. ഇപ്പം നിങ്ങളുടെ ചിന്തയിൽ ഓടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾക്ക് ഈ സിനിമ കൊണ്ട് ഏത് ഓഡിയൻസിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും, അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എന്ത് എലമെൻറ്റ്സ് ഈ സിനിമയിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നത് മാത്രമേ നമുക്ക് ആലോചിക്കുന്നത്. സിനിമ ഒരു പ്രൊഡ്യൂസർ ഇപ്പം ഇന്ത്യൻ സിനിമ കമ്പനി എന്നുള്ള പുതിയൊരു സിനിമ കമ്പനിയുടെ ഭാഗമായിട്ടാണ് സിനിമ മുന്നോട്ട് വരുന്നത്. ഷിയാസ് ടിപ്പു എന്ന് പറഞ്ഞ 2 പേരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആത്യന്തികമായി ഇതൊരു കമ്മോഡിറ്റിയാണ്, ഒരു വിൽപ്പന ചരക്കാണ്. അപ്പോൾ അതിന് വിറ്റ് പോകണം, അതിന് അവർക്ക് പൈസ തിരിച്ച് കിട്ടണം എന്നതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടുക.
പിന്നെ വിവാദങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏത് സിനിമയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂ വിരിയുന്നതും ചന്ദ്രൻ അസ്തമിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും മാത്രം നമുക്ക് കാണിച്ചാൽ പോരല്ലോ. അത് ആർജവത്തോടു കൂടി അതിനെ ടേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നീഷ്യനും ആർട്ടിസ്റ്റുമാണ് നമ്മളെല്ലാവരും എന്ന് അവർക്കെല്ലാം തന്നെ സ്വയം ബോധ്യമുള്ള ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്കും ബോധ്യമുള്ളതാണ് ടോവിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പോൾ അതിൽ ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ പറഞ്ഞ പോലെ സംവിധായകർക്ക് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ അതിനെ ആ രീതിയിൽ തന്നെ എടുക്കുന്നു എന്താ പറയാ. ഈ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് ഈ സിനിമ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് വൈകുന്നേരം വീട്ടിലേക്ക് അരി പഞ്ചസാര മണത്തേക്കാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഈ സിനിമ ഒന്ന് റിലീസായി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടോളാം. അതുവരെ കുറച്ച് ദിവസം മിസ് ചെയ്യും. അതെ, അതെന്തായാലും വിടണം. എന്നാലും ഇപ്പോഴൊക്കെ വളരെ ചുരുക്കം മാത്രമേ കാണാറുള്ളൂ. ഈ ചർച്ചകൾക്കപ്പുറത്ത്, റെഫറൻസിനപ്പുറത്ത് ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒരു തിയേറ്റർ വാച്ച് സാധാരണ ജനങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുക? എനിക്കുള്ള ഒരു 3 കാര്യങ്ങളിൽ ഒന്ന് ഇതൊരു ടോവി ചിത്രം എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ വളരെ സിമ്പിളായി മുന്നോട്ട് വെക്കുന്ന മറ്റ് 2 കാര്യങ്ങൾ? അല്ല, ഇതൊരു ആദ്യം തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഇതൊരു ടൊവിനോ സിനിമയാണ്. ടൊവിനെയാണ് നമ്മൾ ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന ഇത്. പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ചോക്ലേറ്റിൻ്റെ കവർ, പിന്നെ അകത്ത് നല്ല ചോക്ലേറ്റ് ആണെങ്കിൽ പുറത്ത് നന്നായിട്ട് കവർ ചെയ്താൽ മാത്രമേ അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പം ഇതിൽ ഞാൻ ഈ പറഞ്ഞ 14-15 വർഷമായി ഞാൻ കുറച്ച് സിനിമകൾ അസോസിയേറ്റ് ചെയ്തു. എങ്ങനെ നല്ല സിനിമ ചെയ്യാം, എങ്ങനെ മോശം സിനിമ ചെയ്യാം എന്നുള്ള ലേണിംഗ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് വെച്ചിട്ട് എല്ലാവർക്കും, ഇപ്പം നേരത്തെ 2003 ജനിച്ച ഒരാൾക്ക് ഇപ്പോൾ കൗമാരക്കാരനായിട്ടുള്ള ഒരു യുവാവാണ് അയാൾ നമ്മുടെ ഇനീഷ്യൽ ഓഡിയൻസിനെ സ്വാധീനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് കൂടി എൻ്റർടൈൻഡ് ആവുന്ന തരത്തിൽ ഉള്ള ഒരു സിനിമയാവണം. മാത്രമല്ല ഇതിൽ വാണിജ്യപരമായ മറ്റു താല്പര്യം, നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസറിന് കാശ് കിട്ടണം. ഈ 3 താല്പര്യങ്ങളാണ് അതിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, ടൊവിയും സുരാജേട്ടനും ചേരൻ സാറും ഇതിൽ അഭിനയിച്ച മുഴുവൻ ആൾക്കാരും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അവരുടെ എഫേർട്ട് ആ സിനിമയിൽ കാണാനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു സീൻ ഞങ്ങൾക്കൊരു മലയാളം മുകളിലായിരുന്നു. അത് ഭയങ്കര ഹൈ മൂമെന്റ് തന്നെയാണ്. അല്ല, അങ്ങനെയല്ല, പുള്ളി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. പുള്ളിയുടെ സിനിമകൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഫോട്ടോഗ്രാഫ് മുതലാണ് പുള്ളിനെ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച കാരണം കൊണ്ട് ഞാൻ പുള്ളിയുടെ കുറേ സിനിമകൾ, പുള്ളി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളും പുള്ളി അഭിനയിച്ച സിനിമകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൾ ഞങ്ങളതല്ലാതെ ഞങ്ങൾ സിനിമാ ചർച്ചകളും ഇതിനു മുമ്പ് ഒരു 2022-2023 സമയത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് അവസരം കിട്ടുമ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ പുള്ളിയുടെ എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ റിയൽ ലൈഫ് ഒരു പുള്ളിയുടെ ശരിക്കുള്ള ജീവിതകഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അച്ഛൻ ഒരു തിയേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നു, അമ്മ ഒരു സ്കൂൾ ടീച്ചർ. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് ആ സിനിമയോടുള്ള ആ ഒരു അഭിനിവേശം തുടങ്ങുന്നത് അച്ഛനിൽ നിന്നാണ്. അപ്പോൾ ടൂറിൻ ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നു. അവിടെ നിന്ന് പുള്ളി ചെന്നൈയിൽ വന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി. അവിടെ നിന്ന് പുള്ളി സിനിമയിൽ അഭിനയിക്കുന്ന, സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരാളായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തുണ്ടായിട്ടുള്ള പുള്ളിയുടെ വീട്ടുകാരുടെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ പോകുന്നത് നമ്മൾ സിനിമ പാരഡൈസ് എന്നുള്ള സിനിമയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. അതുപോലെ പുള്ളി ഞങ്ങളങ്ങനെ കുറേ സിനിമാ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രിയമതയോട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പ്രിയമതയോട് പ്രിയമത മിന്നൽമോള എന്ന സോങ് ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ തങ്ങൾ വളരെയധികം ട്രെൻഡിങ് ആണ്. അപ്പം എടുത്ത് നോക്കിയാൽ തന്നെ കേരളത്തിലൊരു പ്രശ്നം തന്നെ വേണം പറയാം. അപ്പം സോഷ്യൽ മീഡിയയിൽ അത്രയും വൈറലാണ്, ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൂടെ ആയാലും അത്രയും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്? ടൊവിനോ എന്ന് പറയുമ്പോൾ നമുക്കൊരു റൊമാൻറ്റിക് ചോക്ലേറ്റ് ഹീറോ എന്ന ലെവലിലേക്ക് നമുക്ക് ആ സീൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ടൊവിനോ എന്നൊരു ആക്ടർ? ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ അത്രയധികം ഫോളോ ചെയ്ത വർക്ക് വൺ ഓഫ് ദി ആക്ടേഴ്സ് ടൊവിനോ തന്നെയാണ്. ആൻഡ് എനിക്ക് വളരെയധികം ആരാധനയുള്ളൊരു ആക്ടറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ആക്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ബെനിഫിഷ്യലാണ്. ആൻഡ് മിന്നൽ വള ഇത്രയും ഹിറ്റായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു.
ഇപ്പം എവിടെ പോയാലും ഞാൻ ഈ പാട്ട് കേൾക്കാറുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഏത് ക്യാബിൽ കയറിയാലും ഇപ്പോൾ ഈ പാട്ടാണ്. സോ അതെനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ. സോ അത് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്നത് എന്തായിരുന്നു? ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ് ആണ് ഈ പടം കാണുന്നുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയേനെ എന്തെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഒരു ഭാഗമായാൽ നല്ലതായിരുന്നു എന്ന് തോന്നിയേനെ. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത്രയും അടിപൊളിയും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പടത്തിൽ ഞാനൊരു ഭാഗമാണ്. ഐഡിയോളജീസ് വ്യത്യാസമായിരിക്കും, രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ വ്യത്യാസമായിരിക്കും, ആശയങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷേ ഇവർ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആശയങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അവർ പോലീസുകാരാണ്, അവരുടെ ഉദ്യോഗസ്ഥർ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു ലാത്തി ചാർജിന് പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആദിവാസി സമരം അടിച്ചമർത്താൻ പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ, ഒരു 100 പേര് പോയാൽ അതിലൊരു 60 പേർക്കും അറിയായിരിക്കും നമ്മൾ ചെയ്യുന്നതല്ല ശരി, അവരുടെ ഭാഗത്താണ് ശരി. പക്ഷേ ഡ്യൂട്ടിയാണ്, അത് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ നരിവേട്ടയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇവൻറ്റ്സ്, ഇങ്ങനത്തെ മൊമെന്റ്സ് ആണോ, അതെയോ ഈ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും ജോലി ആയതുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന ഒരു പോലീസുകാരുടെ ഇമോഷൻസിനെയാണോ ഈ പടം ഹൈലൈറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു പ്രിവിലേജ് ഇല്ലാത്ത ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ്, പട്ടാളം തുടങ്ങിയിട്ടുള്ള. ഇപ്പോൾ കൊറോണയുടെ സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസുകാരനെ ആലോചിച്ച് നോക്കും. നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ചൂടിൽ നമുക്ക് ഏതെങ്കിലും തണലത്തേക്ക് കയറി നിൽക്കാനായിരിക്കും നമ്മളെപ്പോഴും ആലോചിക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ യാത്രകൾ മുടങ്ങാതിരിക്കാൻ, നമ്മളെ ട്രാഫിക് മറ്റേ ബുദ്ധിമുട്ടിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ആ ഒരു വെയിലത്ത് നിന്നിട്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കുള്ള അത്രയ്ക്കും ഓപ്ഷൻസ് ഇല്ല. ആ വെയിലത്ത് നിൽക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർ നിൽക്കുന്നുണ്ട് രാവിലെ കൊണ്ട് വൈകിട്ട് വരെ. ഇപ്പോൾ ഒരു കൊറോണയുടെ സമയമാണെന്ന് വിചാരിക്കുക. കൊറോണയുടെ സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരുപോലെയല്ലോ. ഇപ്പോൾ കൊറോണ വരുമോയെന്ന് പേടിച്ചിട്ട് വീട്ടിലിരുന്ന് കുറേ ആൾക്കാരില്ലേ, അങ്ങനെ പേടിച്ച പോലീസുകാരുണ്ടായിരിക്കില്ലേ. പക്ഷെ അവർക്ക് അങ്ങനെ ഓപ്ഷനില്ല. അവർ അന്ന് പുറത്ത് നിന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് സുരക്ഷിതരായിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ പോലും ഇവിടുത്തെ സിസ്റ്റം മൊത്തം റണ്ണായത്. അപ്പോൾ അതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ഈ പോലീസ്, പട്ടാളം തുടങ്ങി. ആ സമയത്തും അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവിതം സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലുള്ള, എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരുടെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ അവർ പലപ്പോഴും അവർക്ക് അവരുടെ പേഴ്സണൽ ആശയങ്ങളെക്കാളും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളെക്കാളും അവർക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ അവരോട് ഇത് ചെയ്യാൻ പറയുന്ന സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ ഒരു കാര്യം നമ്മൾ ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ കഥാപാത്രം കടന്നു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവും ആവുമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ അങ്ങേറ്റത്തേക്കാണ് ആ പ്രദീപ് എന്ന് പറയുന്നത്. ആ പ്രദീപാണ് അന്ന് ഞാൻ കാസർഗോഡിൽ നിന്ന് ഇന്ത്യ വിഷനിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്ത ക്യാമറമാനാണ്. പ്രദീപ് അങ്ങനെയാണ്, ഫ്രണ്ടിലൊന്നും വരില്ല. പ്രദീപ് ഉത്തരം മാത്രം കേൾക്കും. സോറി, മൈക്കൊന്ന് അല്ല ചോദിച്ചു, പ്രണവിനോട് ചോദിക്കണം. പക്ഷെ കമ്പനി ഒരു ചോദ്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു സിനിമ എടുക്കുക, എങ്ങനെയാ കോർഡിനേറ്റ് ചെയ്യാന്ന് അറിയില്ല. അതുകൊണ്ട് സൗഹാർദ്ദപരമായി സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഒപ്പം പറഞ്ഞത് നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം പലപ്പോഴും മലയാള സിനിമയുടെ ഭാഗമായി അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളുകളും കൂടിയാണ്. കൂടുതലും സിനിമ പോലെയുള്ള മേഖലയിലേക്ക് അധികം വരാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു സമൂഹം കൂടിയാണ്. അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ എന്നതിലപ്പുറം അത്രയധികം അതിൽ ഇൻപുട്ട് ഇട്ടു എന്ന് സംവിധായകനും തിരക്കഥാകൃത്തും എന്നോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്ത് ചോദിക്കുകയാണ് നിങ്ങളോടും ഒപ്പം പ്രണവിനോടും. ആക്ച്വലി ഇത് അനുരാജേട്ടൻ തന്നെയാണ് അതിന് മറുപടി പറയുന്നത്. കാരണം അത് തന്നെയായിരിക്കും ബെസ്റ്റ്. ഇതിലൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ സിനിമ എക്സിക്യൂട്ടീവ് സ്ക്രിപ്റ്റ് വായിക്കുന്ന ഓരോ സീനിലും വായിക്കുന്ന നമുക്ക് അതിൻ്റെ എക്സിക്യൂഷൻ ലെവൽ ഏത് തരത്തിൽ ട്രിക്കിയാണെന്ന് നമുക്ക് ഉള്ളിലുണ്ട്. അത് ബോധപൂർവമായി നമ്മളതിൽ ഒരു ഭയങ്കര എഫേർട്ട് നടത്തില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത ഒരു 3 മാസം മുൻപേ വയനാട്ടിൽ പോയി നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയും ഗ്രൂം ചെയ്യുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ, ഇപ്പം ബേസിക് നീഡ്സ്, ഇപ്പോൾ സിനിമയിൽ പലപ്പോഴും ഇല്ലാത്ത തരത്തിലുള്ള ബേസിക് നീഡ്സ്, ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് സൗകര്യം, ഇതൊന്നും നമുക്ക് സാധാരണ
ലൊക്കേഷൻ വലിയ ക്രൗഡ് വരുന്ന ലൊക്കേഷനൊന്നും ഉണ്ടാവാറില്ല. ബേസിക് നീഡ്സാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 15 ടോയ്ലറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ ലീഡ് ഇപ്പോൾ ടൊവി അടക്കം ഏറ്റവും താഴെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ കംഫർട്ട് ലെവലിൽ കൊണ്ടുപോകാം എന്ന ശ്രമം ഈ സിനിമയ്ക്ക് ആത്യന്തികമായി ഉണ്ടായിരുന്നു. അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിനായിരുന്നു അതിൽ പൂർണ്ണമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതാപേട്ടൻ, സക്കീർക്ക, അങ്ങനെ അരുൺ, പ്രണവ്, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തത് നമ്മൾക്കൊപ്പം ഒരുപക്ഷെ നമ്മൾക്കാൾ മുന്നേ കൂടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിൽ ടേക്ക് പാർട്ട് ആയതുകൊണ്ട് ഒരു കംഫർട്ട് സ്പേസ് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ ഈ ഡിസ്കംഫർട്ട് ആക്കിയിട്ട് കാര്യമില്ല. ഇപ്പം ബേസിക്കലി സ്ക്രീനിൽ വരുന്ന സാധനം ഇൻപുട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. തിയേറ്ററിൽ അതാണല്ലോ ഉണ്ടാവുക. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആർട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ചിലപ്പം ശരിക്കും നമ്മൾ സ്ട്രെസ്സിൻ്റെ പടുകുഴിയിലായിരിക്കും സംവിധായകൻ ചിലപ്പോൾ ഉണ്ടാവുക. എന്നാൽ പോലും അത് നമ്മൾ റിഫ്ലക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ മറ്റ് സംവിധായകരോട് വർക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ നല്ലതുണ്ടാക്കാം, എങ്ങനെ ചീത്തയായിട്ടുണ്ടാക്കാം എന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉള്ളിലുള്ളതായിരിക്കാം. നമ്മൾ വെറുതെ കിടന്ന് ബഹളം വയ്ക്കുകയോ വെറുതെ കിടന്ന് ഷോ ചെയ്യുകയോ ചെയ്താൽ അത് ആ സിനിമയുടെ ആ സമയത്തെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കുകയും ആ ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 5 ദിവസം ഷൂട്ട് ചെയ്താലും തീരില്ല. ഇപ്പം എനിക്ക് ഈഗോ വന്ന് വെറുതെ എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ ടൊവിക്ക് അതിനേക്കാൾ ഈഗോ വരും. ടൊവിക്ക് ചിലപ്പോൾ അതിനേക്കാൾ റിയാക്ട് ചെയ്യേണ്ടി വരും. ഒരു കാര്യമില്ലാത്ത കാര്യം ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു ടീം വർക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ടീം വർക്കിൻ്റെ ഔട്ട്പുട്ടാണ് ഈ സിനിമ. ശരി, നേരിട്ടിരിക്കുമ്പോഴോ ഒച്ച വയ്ക്കാം, ബഹളം വയ്ക്കാം. പക്ഷെ ഒരു സിനിമ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ഓഫീസിനകത്ത് ഒരു നേരം അങ്ങനെ ഷൗട്ട് ചെയ്യുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ സിനിമാ സെറ്റും അത്രയും തന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു സ്ഥലവും അവിടെ കിടന്ന വഴക്കുകളെക്കാളും ഉണ്ടാവേണ്ടത്. അതായത് ഇത് ഭയങ്കര ഇത് അനുരാജ് പറയുമ്പോൾ എനിക്കതിനെ വൗച്ച് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അനുരാജ് ഇങ്ങനെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. പറഞ്ഞ സമയത്തിന് വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഈ സിനിമയുടെ ഷൂട്ടും തീർന്നു. ഇതിനർത്ഥം ഇതും ശരിയായ ഒരു രീതിയാണ് വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. അത് പ്രണവിനോട് നേരത്തെ ചോദിക്കാമായിരുന്നു ചോദ്യം, മൈക്ക് കിട്ടി സ്ഥിതിക്കാൻ ചോദിക്കും. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്തോരം ചലഞ്ചിങ് ആണ്, അപ്പോൾ എന്തോരം ചലഞ്ചിങ് ആയിരുന്നു? ചലഞ്ചിങ് എന്നതിനേക്കാൾ എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഒരുപാട് സന്തോഷത്തോടു കൂടെ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ എനിക്ക്. കാരണം ഞാൻ തമിഴിലാണ് കൂടുതലും സിനിമകൾ ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ഇതിൻ്റെ 2ാമത്തെ മൂവിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. പിന്നെ ഇതിൽ ആദ്യത്തെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ക്രൂ തന്നെയാണ്. ടോയ് ചേട്ടൻ, സുരാജ് ചേട്ടൻ, ചേരൻ സാറ്, പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടേതായ മേഖലകളിൽ എല്ലാവരും വളരെയധികം കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. സോ നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷവും ഒരു ആത്മപ്രശംസയും അകത്ത് തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. പിന്നെ ഇതിലെ ക്യാരക്ടർ എങ്ങനെ പ്ലേ ചെയ്തു, അതിന് എത്രത്തോളം ചാലഞ്ചിങ് എനിക്കുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഇതിൻ്റെ ക്രൂ തന്നെയായിരിക്കും ഇത് സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ടാവുക. കാരണം ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാവരും കൂടെ ഇതെല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ ട്രെയിലറിലായി അങ്ങനെ കണ്ടിട്ടുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് 23-ാം തീയതി ഇതിൻ്റെ ഫുൾ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകാൻ പറ്റും അത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനോട് നമ്മൾ എത്രത്തോളം താല്പര്യം കാണിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഔട്ട് നമുക്കിത് 23-ാം തീയതി കാണാൻ പറ്റും. പിന്നെ ചാലഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. നിങ്ങൾക്കത് സിനിമ 23-ാം തീയതി ഇറങ്ങി കഴിയുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അതിൻ്റെ ഒരു ചിലത് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. ചേട്ടാ, ഇഷ്ക് മൂവി ആദ്യം ചെയ്യാൻ ടോയ് ചേട്ടനെ ഇഷ്ക് അല്ല, അത് ഞാനും അനുരാജും തമ്മിൽ 2014 7th ചെയ്യുന്ന സമയം മുതലുള്ള സൗഹൃദമുണ്ട്. അപ്പോൾ ആ സമയത്ത് തൊട്ട് നമ്മളിങ്ങനെ കഥകൾ ഡിസ്കസ് ചെയ്യലും അങ്ങനത്തെ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇഷ്ക് നമ്മൾ ചെയ്യാം എന്നുള്ള പ്ലാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അന്ന് ചെയ്യാനിരുന്നത്, ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ ഡേറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് അനുരാജിനോട് പറഞ്ഞത്, അനുരാജ് വെയിറ്റ് ചെയ്യണ്ട, ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐഡിയ നമ്മൾ സിനിമയാക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് അത് സിമിലർ ഐഡിയാസ്, പ്രത്യേകിച്ച് ഇഷ്കല ഐഡിയ ഒക്കെ ഭയങ്കര യുണീക്ക് ഐഡിയ ആയിരുന്നു അത്.
അത് വേറെ വന്ന് ആ സിനിമ വേറെ ആരെങ്കിലും ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അനുരാജ് ഇത് അന്ന് തന്നെ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ആസ് എ ഫ്രണ്ട് എനിക്കും വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ അനുരാജ് എനിക്ക് ഞാൻ പേരം ചെയ്യുന്ന സമയത്ത് ജിതിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ചെയ്യല്ലേ, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഈ സിനിമ തന്നെ വേറെ ആളെ വെച്ച് ചെയ്തോ എന്നൊക്കെ പറയുന്ന ആളാണ് ഞാൻ. കാര്യം വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രഷറാണ് എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത്. അങ്ങനെ അനുരാജ് പറഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അനുരാജിൻ്റെ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ പടം പോലെ തന്നെയാണ്. അതിനകത്ത് ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഷെയ്ൻ നിഗം ചെയ്തു, അത് ഗംഭീരമായിട്ട് ചെയ്തു. ആ സിനിമ ഇവിടെ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയായി. അത് എല്ലാ നല്ല സിനിമയും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അതുകൊണ്ടാണല്ലോ അനുരാജ് എനിക്ക് മറ്റൊരു സിനിമയുമായിട്ട് ഞങ്ങളിപ്പോൾ ഒന്നിക്കുന്നത്. അനുരാജ് അതൊരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഇപ്പോൾ ഒരു ടൊവിനോ സിനിമ ചെയ്യാന്നതിനപ്പുറം എന്തായിരിക്കും അവരെ ഇതിൽ എക്സൈറ്റ് ചെയ്തൊരു അവർക്കൊരു ഇത് കമ്മിറ്റ് ചെയ്യാനുള്ള ട്രിഗർ എന്തായിരുന്നു? ഒരു ഡയറക്ടർക്ക് എന്താ തോന്നുന്നത്? അല്ല, ഈ സിനിമ ചെയ്തെടുക്കാൻ കുറച്ച് അധികം ടാസ്ക് ഉള്ള, നടൻ എന്ന നിലക്ക് കുറച്ച് പ്രിപ്പറേഷൻസ്, പിന്നെ അതിൻ്റെതായ തയ്യാറെടുപ്പുകളും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ആളെന്ന നിലക്ക് മാത്രമല്ല ടൊവിയെ സമീപിക്കുന്നത്. ടൊവിയിലെ നടനെ ഞാൻ പല തവണ പറഞ്ഞതാണ്, ഇതിൽ തന്നെ പറഞ്ഞു. നമ്മൾ ടൊവി എന്നുള്ള നടനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സുഹൃത്തിനപ്പുറത്ത് ടൊവി പല സിനിമകളും നമ്മൾ വിസ്മയിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ പയ്യന്നൂർ ശാന്തി തിയേറ്ററിലാണ് ഞാൻ മായാനദി സിനിമ കാണുന്നത്. പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ നിന്ന് ശരിക്കും ബസ് സ്റ്റാൻഡിലേക്ക് പയ്യന്നൂരുള്ളവർക്കറിയാം, കുറേ നടക്കാറുണ്ട്, 5-6 കിലോമീറ്റർ നടക്കാറുണ്ട്. ഞാൻ ആ ഫോൺ മുഴുവൻ നമ്മൾ ആ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്ത് പെരുമ്പ പാലം കയറി നടന്ന് സ്റ്റാൻഡ് വരെ ഞാൻ ടോയോട് സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. നട്ടപ്പതറൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾക്കുള്ളിലെ സ്നേഹത്തിൻ്റെ വലിപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ സിനിമ നമ്മൾ ആദ്യം ആലോചിക്കുന്ന സമയത്ത് ടൊവി എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായി വന്നത്. അതിൻ്റെ ഉത്തരമാണ് 23-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടേണ്ടത്. അത് ഞാനിവിടുന്ന് അല്ലെങ്കിൽ ടൊവി ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട വളരെ എൻഗേജിങ് ആയിട്ടുള്ള, വളരെ ത്രില്ലിങ് മൊമെന്റ്സ് ഉള്ള, ഇമോഷണലി കണക്റ്റ് ആവുന്ന നൂലുള്ള സിനിമയാണത്. അത് ടൊവി തന്നെയാണ് അത് ഏറ്റവും ബെസ്റ്റ്. പിന്നെ പ്രൊഡ്യൂസർമാരെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, പ്രൊഡ്യൂസർമാർക്ക് ഈ സിനിമ ചെയ്യാനായിട്ട് ഈ സിനിമയുടെ കഥയും ഇതിനകത്തുള്ള നമ്മളെല്ലാവരുടെയും ആത്മാർത്ഥതയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ടിപ്പുവും ഷിയാസ്കയും. ഇവർ രണ്ടുപേരും അവരുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എനിക്കും തോന്നിയതെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ അട്രാക്റ്റഡ് ആയി തോന്നിയത് കൊണ്ടും അതുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇവരുടെ ആദ്യത്തെ സിനിമയായിട്ട് ഈ സിനിമ തന്നെ ഇവർ തീരുമാനിക്കുന്നത്. സിനിമ തുടങ്ങി പിന്നെന്താ വെച്ചാൽ അവർക്കും കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ എന്താ പറയുക അവരെ വെച്ചൊരു സിനിമ ചെയ്ത് മുക്കിക്കളയാമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാൾ പോലും ഈ സിനിമയുടെ ഒരു ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെയും ഭാഗ്യമാണ്. അപ്പോൾ ഒരു മ്യൂച്വലി ഞങ്ങൾ തമ്മിൽ അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര നല്ല അടുപ്പമുണ്ട്. അവരുടെ ആദ്യത്തെ സിനിമ അവർ ചെയ്യുന്നു, അത് അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ട് പക്ഷേ ഇതങ്ങനെ ആയില്ലല്ലോ എന്ന് പറയാനുള്ള ഒരു അവസരം പോലും ഇന്ത്യൻ സിനിമ കമ്പനി അവരുടെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കിയിട്ടുമില്ല. ഇപ്പോഴും ഈ ദിവസം ആണെങ്കിലും ദിവസേന ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അവരും ചോദിക്കുന്നത് ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, പറഞ്ഞില്ല സിനിമ നമ്മൾ നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്കാണ് എന്ന ഡിസ്കഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും സാധാരണ നമുക്ക് എല്ലാ സിനിമയിലും ആരെങ്കിലും ഒരാളുണ്ടാവും ഒരു കോമൺ എനിമി, പക്ഷെ ഇവിടെ അങ്ങനെയേ ഉണ്ടായില്ല. എല്ലാവരും തമ്മിൽ ഭയങ്കര സൗഹൃദമായിരുന്നു. എപ്പോഴും ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളാണെങ്കിൽ പോലും ഇവർ ഒരേ നാട്ടുകാരാണ്. പ്രൊഡ്യൂസർ ടിപ്പും അനുരാജും ഒരേ നാട്ടുകാരാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എടാപോടാ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പ്രൊഡ്യൂസറും ഒരാൾ ഡയറക്ടറാവുന്ന സമയത്ത് ടിപ്പുവിൻ്റെ ഒരു രൂപ പോലും അനാവശ്യമായിട്ട് ചിലവാകരുത് എന്ന് അനുരാജ് ചിന്തിക്കുമ്പോൾ, അനുരാജ് ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി പോലും താഴെ പോകരുത് സിനിമ എന്ന് ടിപ്പുവും മനസ്സിലാക്കി അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ സിനിമയിൽ ഒരുപാട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ട്രെയിലറും സോങ്ങും ഒക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും സിനിമ എങ്ങനെയുള്ളൊരു സിനിമയായിരിക്കുമെന്ന്. ആ ധാരണകൾക്കും അപ്പുറത്ത് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇനി നിങ്ങളാണ് മറ്റേ പറഞ്ഞ ആ വേർഡ് ഓഫ് മൗത്ത്. താങ്ക് യു സോ മച്ച്.
അല്ല അത് അടിപൊളി അത് പയനാണ് സെൽഫി എടുക്കാൻ ഓക്കെ